ഹലോ ഗൈസ്, ഒരു ഏലാഞ്ചി റെസിപ്പി നോക്കാം. ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഏലക്കായ പൊടിച്ചത്, കശുവണ്ടി, ഒരു മുട്ട, മുന്തിരി, പഞ്ചസാര, നെയ്യ്, മൈദ, ഒരു തേങ്ങ ചിരണ്ടിയത്. ഇത്രയാണ് വേണ്ട സാധനങ്ങൾ. മിക്സിയുടെ ജാറെടുത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 2 കപ്പ് മൈദ, ഞങ്ങൾ ഒരു 250 ml കപ്പാണ് എടുത്തേക്കണത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഏലക്കായ പൊടിച്ചത്, 2 സ്പൂൺ പഞ്ചസാര. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തിട്ട് വരാം. ഇനി ഇതിൽ കട്ടയുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് 3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ കശുവണ്ടി ഇട്ട് കൊടുക്കുക. കശുവണ്ടി ഇട്ട് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമ്മുടെ മുന്തിരി കൂടി ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ട് രണ്ടും ഏകദേശം ബ്രൗൺ നിറമായി അതിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുക. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കാം. അതിലേക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു 3 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. നന്നായി പരത്തണം. കട്ടി കുറച്ച് പരത്തി 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മൂടി വയ്ക്കണ്ട കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിടുക. ഇപ്പോൾ നമ്മുടെ ഏലാഞ്ചി റെഡി. ഇനി ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കുക. ഒരു 3 സ്പൂൺ ഇടുക. എന്നിട്ട് ശരിക്ക് ഫസ്റ്റ് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്യുക. 2 സൈഡിലേക്കും മടക്കി റോൾ ചെയ്യുക. നമ്മുടെ ഈസി ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്.